മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 28ാം ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ്റെ 3ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതമരുളുന്നു. ഈ വചനശുശ്രൂഷ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ ദൈവശബ്ദം ലോകം മുഴുവനും മുഴങ്ങി കേൾക്കണം. ഈ ദൈവശബ്ദം ശ്രവിക്കുന്നവർ രക്ഷയിലേക്ക് നീങ്ങണം. ഈ ദൈവശബ്ദം ശ്രവിക്കുന്നവർ വലിയ സന്തോഷവും ആത്മീയ നിറവും അനുഭവിക്കണം. ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഫലം നൽകണം. ഈ ഉദ്ദേശത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ മേൽ വലിയ കൃപ ചൊരിയാൻ വേണ്ടി നമുക്ക് തമ്പുരാന്റെ പക്കലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വചനം കേൾക്കുവാനും ആ വചനം മനസ്സിലാക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഫലമണിയട്ടെ. വചനം നമ്മുടെ കുടുംബങ്ങളിൽ ഫലമണിയട്ടെ. ഈ ദൈവശബ്ദം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മുഴങ്ങി കേൾക്കട്ടെ. ഈ ദൈവശബ്ദം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് സ്തുതിക്കാം. ദൈവശബ്ദം ലോകം മുഴുവൻ മുഴങ്ങി കേൾക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്നവർ രക്ഷ അനുഭവിക്കട്ടെ. ഈ ദൈവശബ്ദം കേൾക്കുന്നവർ രോഗശാന്തിയും സന്തോഷവും സമാധാനവും അനുഭവിക്കട്ടെ. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ കുടുംബങ്ങളിൽ ഫലം നൽകട്ടെ. നമുക്ക് ചേർന്ന് സ്തുതിക്കാം. ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ സ്തോത്രം. യേശുവേ, യേശുവേ സ്തോത്രം. യേശുവേ, യേശുവേ നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മിൽ വന്നു നിറയട്ടെ. അങ്ങനെ മറ്റെല്ലാ ശക്തികളും ക്ഷയിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ. ആത്മാവിന്റെ ശക്തി നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഇറങ്ങി വരുവാൻ വേണ്ടി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടാം. അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. ചേർന്ന് പാടാം. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിന് ശക്തിമേൽ നിൻ അഗ്നിയയക്കൂ, രോഗത്തിന് ശക്തിമേൽ നിൻ അഗ്നിയയക്കൂ, ശാപത്തിന് ശക്തിമേൽ നിൻ അഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിന്റെ ശക്തി നശിച്ചു പോകട്ടെ. അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിൻ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ചേർന്ന് പാടാം. ആത്മാവേ ആത്മാവ് ഇറങ്ങി വരട്ടെ. അഗ്നിയായി ഇറങ്ങി വരട്ടെ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിന്റെ ശക്തി നശിച്ചു പോകട്ടെ. രോഗത്തിന്റെ ശക്തി ഇല്ലാതാകട്ടെ. എല്ലാ ബന്ധനങ്ങളും തകരട്ടെ. കർത്താവിന്റെ ശക്തി നമ്മിലേക്ക് ഒഴുകട്ടെ. ആത്മാവിന്റെ ശക്തി നമ്മിൽ ഇറങ്ങി വരട്ടെ. എല്ലാ ശക്തികളും അകന്നു പോകാൻ വേണ്ടി, ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടി, തടസ്സങ്ങൾ മാറിപ്പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകി വരട്ടെ. രോഗത്തിന്റെ ശക്തി നശിച്ചു പോകട്ടെ. പാപത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകട്ടെ. അന്ധകാരത്തിന്റെ ശക്തി മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. വിശുദ്ധി നൽകണമേ. ചേർന്ന് പാടാം. ആത്മാവേ എല്ലാവരും ചേർന്ന് പാടട്ടെ.
വരട്ടെ. അഗ്നിയാൽ നിറയണമേ. ആത്മാവ് ഇറങ്ങി വരട്ടെ. ആത്മാവേ ആത്മാഭിഷേകം ഇറങ്ങി വരട്ടെ. അഗ്നിയാൽ നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും വന്നു നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു നിറയുമ്പോൾ മറ്റു ശക്തികൾ അകന്നു പോകും. പാപത്തിന് ശക്തി ഇല്ലാതാകും. ശാപത്തിന് ശക്തി ക്ഷയിച്ചു പോകും. അന്ധകാരത്തിന്റെ ശക്തി വിട്ടുപോകും. ദൈവത്തിന്റെ ശക്തി നമ്മിൽ ഇറങ്ങി വരാൻ വേണ്ടി, ആത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ദാഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അഗ്നി പോലെ, തീ പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. ചേർന്ന് പാടാം. ദാഹത്തോട് നമുക്ക് പാടാം. ലോകം മുഴുവൻ പാപത്തിന്റെ വിനകൾ നിറഞ്ഞിടുന്നു. മാനവരെല്ലാം നാശത്തിന്റെ നിഴലിൽ കഴിഞ്ഞിടുന്നു. ദാഹത്തോടെ പാടാം. ലോകം മുഴുവൻ പാപത്തിന്റെ വിരകൾ നിറഞ്ഞിടുന്നു. മാനവരെല്ലാം നാശത്തിന്റെ നിഴലിൽ കഴിഞ്ഞിടുന്നു. തീഷ്ണതയോടെ പാടാം. ആത്മാവേ ദാഹത്തോടെ അഗ്നിയാൽ നിറയണമേ. ആത്മാവ് ഇറങ്ങി വരട്ടെ. ആത്മാവേ അഗ്നിയാൽ ഇറങ്ങി വരട്ടെ. പാപത്തിൻ ശക്തിയിൽ നീ അഗ്നി അയക്കൂ. രോഗത്തിൻ ശക്തിയിൽ നീ അഗ്നി അയക്കൂ. ശാപത്തിൻ ശക്തിയിൽ നീ അഗ്നി അയക്കൂ. ആത്മാവ ദൈവമേ അഗ്നി അയക്കൂ. ചേർന്ന് പാടാം. പാപത്തിൻ ശക്തിമേൽ നിന്ന് അഗ്നി അയക്കൂ. തീഷ്ണതയോടെ രോഗത്തിൻ ശക്തിമേൽ നിന്ന് അഗ്നി വിശ്വാസത്തോടെ നമുക്ക് അയക്കൂ. പാടാം. ശാപത്തിൻ ശക്തിമേൽ നിന്ന് അഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിയിൽ നീ അഗ്നി അയക്കൂ. തീഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തിയിൽ നീ എല്ലാ ശക്തികളും മാറിപ്പോകട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. പാപത്തിന്റെ ശക്തി നശിച്ചു പോകട്ടെ. ദൈവത്തിന്റെ ശക്തി മാത്രം നമ്മിൽ നിലനിൽക്കട്ടെ. ആത്മാവിന്റെ ശക്തി മാത്രം നമ്മുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. മറ്റു ശക്തികൾ മാറിപ്പോകട്ടെ, നശിച്ചു പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ ചേർന്ന് പാടാം. പാപത്തിൻ ശക്തിമേൽ നിന്ന് അഗ്നി അയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്ന് അഗ്നി അയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്ന് അഗ്നി അയക്കൂ. ആത്മാവ ദൈവമേ അഗ്നി അയക്കൂ. ആത്മാവേ അഗ്നിയാൽ നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് പാടാം. കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. അവിടുന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മിൽ വന്നു നിറയട്ടെ. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മെ പൂർണ്ണമായും നിയന്ത്രിക്കട്ടെ. വചനം ശ്രദ്ധിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ചേർന്ന് പാടാം. ഉച്ചത്തിൽ വിശ്വാസത്തോടെ അഗ്നിയായി നിറയണമേ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നലെ യേശു ഏകരക്ഷകനാണെന്നും ലോകരക്ഷകനാണെന്നും വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കി. ഇന്ന് ഈ ഈശോ നമ്മെ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ഈശോ എങ്ങനെയാണ് ഈ ലോകത്തെ രക്ഷിച്ചത്? ആ രക്ഷ എങ്ങനെയാണ് നമ്മിലേക്ക് ഒഴുകുന്നത് എന്ന് നമുക്ക്
മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഈശോ ഈ ലോകത്തെ രക്ഷിച്ചത് തൻ്റെ കുരിശുമരണം വഴിയാണ്. തൻ്റെ ബലി വഴിയാണ് ഈശോ ഈ ലോകത്തെ രക്ഷിച്ചത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനം. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചു. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ചു. അങ്ങനെ തൻ്റെ കുരിശുമരണം വഴി, കുരിശിലെ ബലി വഴി ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു, നമ്മെ രക്ഷിച്ചു. അവന്റെ ബലിയാണ് നമുക്ക് രക്ഷ പകർന്നു തന്നത്. അവന്റെ ബലിയിലൂടെയാണ് നാം രക്ഷിക്കപ്പെട്ടത്. പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് ഈ ലോകത്തിലെ തിന്മയിൽ നിന്നും നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാനായി അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചു. ഈ ലോകത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ബലിയർപ്പിക്കുന്ന മനുഷ്യരെ കുറിച്ച് നാം കണ്ടിട്ടുണ്ടാകും, അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കുവാൻ വേണ്ടി, മനുഷ്യന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ തന്നെ ബലിയർപ്പിക്കുന്നു. ഇതാണ് യേശുവിന്റെ പ്രത്യേകത. ഈ ലോകത്ത് മനുഷ്യരെല്ലാവരും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ബലിയർപ്പിക്കുമ്പോൾ ഏകൈക ദൈവം, ഏകൈക രക്ഷകനായ ഈശോ തന്നെ തന്നെ മനുഷ്യർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചു. ഈ ബലി വഴിയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. കുരിശിലെ അവന്റെ ബലി വഴി നാം രക്ഷിക്കപ്പെട്ടു. കുരിശിൽ അവൻ ചിന്തിയ രക്തം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചു. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അവന്റെ രക്തം വഴി നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചത് കൊണ്ട്, കുരിശിൽ രക്തം ചീന്തിയത് കൊണ്ട്, അവന്റെ കുരിശുമരണം വഴി, അവന്റെ രക്തം വഴി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചിരിക്കുന്നു. നമ്മൾ പാപങ്ങളിൽ നിന്ന് വിമുക്തരായിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്തു. അവന്റെ രക്തം നമ്മെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാപങ്ങൾ വിശുദ്ധീകരിക്കുന്നത് അവന്റെ രക്തമാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചത് അവന്റെ കുരിശുമരണം വഴിയാണ്. അവന്റെ കുരിശുമരണത്തിലൂടെ, അവന്റെ ബലിയിലൂടെ നമ്മൾ രക്ഷ കണ്ടെത്തിയിരിക്കുന്നു. അവന്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ചിന്തപ്പെട്ട നിഷ്കളങ്കമായ രക്തമാണ് യേശുവിന്റെ രക്തം. അവന്റെ രക്തത്തിലൂടെ, അവന്റെ ബലിയിലൂടെ നമ്മൾ രക്ഷ കണ്ടെത്തിയിരിക്കുന്നു. ലോകത്തിന്റെ രക്ഷകൻ, ഏകൈക രക്ഷകൻ ഈ ലോകത്തിന് രക്ഷ നൽകിയത് തൻ്റെ ബലിയിലൂടെയാണ്. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വചനങ്ങളിൽ വിശുദ്ധ പത്രോസ് ശ്ലീഹ പറയുന്നു, നിങ്ങളുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച നിരുപയോഗകരമായ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി യേശു അർപ്പിച്ചത് കാലക്രമേണ വിലകെട്ടുപോകുന്ന സ്വർണമോ വെള്ളിയോ അല്ല, മറിച്ച് അവന്റെ നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെത് പോലെയുള്ള രക്തമാണ്. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വചനങ്ങൾ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളി കൊണ്ടോ സ്വർണമോ കൊണ്ടോ അല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത
കുഞ്ഞാടിൻ്റെതുപോലെയുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ട് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ക്രിസ്തു വീണ്ടെടുത്തിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് അവൻ്റെ രക്തം വിലയായി കൊടുത്താണ്. 4 വചനഭാഗങ്ങൾ നമ്മൾ ഇതിനകം പരിശോധിച്ചു കഴിഞ്ഞു. വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനം, വിശുദ്ധ പൗലോസ് ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം, വിശുദ്ധ പത്രോസ് സ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വചനങ്ങൾ. യേശു എങ്ങനെയാണ് ഈ ലോകത്തെ രക്ഷിച്ചതെന്ന് ഈ വചനങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നു. അവന്റെ കുരിശുമരണം വഴി തന്നെ തന്നെ അവൻ ബലിയർപ്പിച്ചുകൊണ്ട് അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. അവന്റെ നിഷ്കളങ്കമായ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലോകരക്ഷകനായ ഈശോ, ഏകരക്ഷകനായ ഈശോ നമ്മെ രക്ഷിച്ചിരിക്കുന്നത് ഈ കുരിശു മരണത്തിലൂടെയാണ്, തൻ്റെ ബലിയിലൂടെയാണ്. രക്തം ചിന്തി നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്തു. ഈ കുരിശുമരണത്തെ കുറിച്ച് നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ആഴമായി ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്? ഈ കുരിശുമരണത്തിന്റെ അർത്ഥം എന്താണ്? പലരും യേശുവിന്റെ മരണത്തെക്കുറിച്ച് പല രീതിയിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യൂദാസ് ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ് ഈശോ പിടിക്കപ്പെട്ടത്. യൂദാസ് ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈശോ പിടിക്കപ്പെടില്ലായിരുന്നു. യൂദാസ് ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈശോ മരിക്കില്ലായിരുന്നു. അത് സത്യമാണോ? നമുക്ക് നോക്കാം. പിന്നീട് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈശോ അധികാരികൾക്കെതിരെ ശബ്ദമുയർത്തി. ഈശോ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടു, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി അവൻ ശബ്ദിച്ചു. അങ്ങനെ അധികാരികളുടെ കണ്ണിൽ കരടായതുകൊണ്ട്, അവൻ വിമോചനത്തിന് വേണ്ടി സംസാരിച്ചതുകൊണ്ട് അധികാരികൾ അവനെ ഇല്ലാതാക്കി. അധികാരികളുടെ കണ്ണിൽ കരടായതുകൊണ്ട് ഈശോയെ അവർ കൊന്നുകളഞ്ഞു എന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ യേശുവിൻ്റെ ജീവചരിത്രം അവതരിപ്പിക്കുന്ന ചരിത്രകാരന്മാർ, പണ്ഡിതന്മാർ ഈ രീതിയിൽ യേശുവിൻ്റെ മരണത്തെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശു പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടത് കൊണ്ട്, ചൂഷണം ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടത് കൊണ്ട് അധികാരവർഗം അവൻ്റെ ശബ്ദത്തെ ഒരു ഭീഷണിയായി കണ്ടു. ആ ശബ്ദം അവർ ഇല്ലാതാക്കി പോലും. വാസ്തവത്തിൽ ഈശോ മരിച്ചത് യൂദാസ് ഒറ്റിക്കൊടുത്തത് കൊണ്ടാണോ? വാസ്തവത്തിൽ ഈശോ മരിച്ചത് അധികാരികളുടെ കണ്ണിൽ കരടായതുകൊണ്ടോ? പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു മരിച്ചത് യൂദാസ് ഒറ്റിക്കൊടുത്തത് കൊണ്ടല്ല. യൂദാസ് അല്ലെങ്കിൽ മറ്റൊരുവൻ ആരെങ്കിലും യേശുവിനെ ഒറ്റിക്കൊടുക്കണം, ആരെങ്കിലും യേശുവിനെ കാണിച്ചു കൊടുക്കണം. യേശു മരിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ മരിക്കേണ്ടിയിരിക്കുന്നു. അവന്റെ കുരിശുമരണം ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നടന്നതാണ്. ഒരു മനുഷ്യൻ ഒറ്റിക്കൊടുത്തത് കൊണ്ടോ, ഒരു മനുഷ്യൻ കാണിച്ചു കൊടുത്തത് കൊണ്ടോ അല്ല ഈശോ മരിച്ചത്. ഈശോ മരിച്ചത് ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ചാണ്. പിന്നെ അധികാരികളുടെ കണ്ണിൽ കരടായതുകൊണ്ട് അധികാരികൾ ഇല്ലാതാക്കിയ ഒരു ജീവിതമാണോ യേശുവിൻ്റെ ജീവിതം? അങ്ങനെയെങ്കിൽ അധികാരവർഗത്തോട് കിടപിടിക്കാൻ ശക്തിയില്ലാതെ അവരുടെ കുതന്ത്രങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യനായിരിക്കും ക്രിസ്തു. യേശു മരിച്ചത് അങ്ങനെയല്ല. അധികാരികളുടെ മുമ്പിൽ പരാജയപ്പെട്ടവനല്ല അവൻ. ഈ ലോകത്തിന് മുമ്പിൽ പരാജയപ്പെട്ടവനല്ല അവൻ. ലോകത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ ശാശ്വതമായ വിജയം നേടിയവനാണ് യേശു ക്രിസ്തു. അവൻ തൻ്റെ ജീവിതത്തെ പരിപൂർണ സമ്മതത്തോടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് സമർപ്പിക്കുകയായിരുന്നു. ഈ ചരിത്രകാരന്മാരും ഈ പണ്ഡിതന്മാരും പറയുന്നത് കേട്ടാൽ ഒരു പക്ഷെ തോന്നിയേക്കാം യേശുവിൻ്റെ മരണം ഒരു കൊലപാതകമായിരുന്നുവെന്ന്, യേശുവിൻ്റെ മരണം ഒരു നരഹത്യയായിരുന്നുവെന്ന് ഒരു പക്ഷേ വായിക്കുന്നവർക്ക് തോന്നിയേക്കാം, കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം. യേശു അധികാരികൾക്കെതിരെ ശബ്ദിച്ചു, അതുകൊണ്ട് അവനെ ഇല്ലാതാക്കി. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂദാസ് അവനെ ഒറ്റിക്കൊടുത്തു, അതുകൊണ്ട് അവർ യേശുവിനെ ഇല്ലാതാക്കി. അങ്ങനെയാണെങ്കിൽ അതൊരു നരഹത്യയാണ്, അങ്ങനെയാണെങ്കിൽ അതൊരു കൊലപാതകമാണ്.
പക്ഷെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ശക്തമായി പറയാൻ സാധിക്കും, യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ല, യേശുവിന്റെ മരണം ഒരു പരാജയമല്ല, യേശുവിന്റെ മരണം ഒരു നരഹത്യയല്ല, യേശുവിന്റെ മരണം ഒരു ബലിയാണ്. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ സ്വന്തം ഇഷ്ടപ്രകാരം പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് തന്നെ വിട്ടുകൊടുത്ത ഒരു ബലി. ആ ആത്മബലിയാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണം, ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് കാരണം. യേശു ഇത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്. തൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ ബലിയെക്കുറിച്ചും അവൻ വളരെ വ്യക്തമായി സംസാരിച്ചിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വചനങ്ങളിൽ ഈശോ വളരെ വ്യക്തമായി പറയുന്നു, ഞാനാണ് എൻ്റെ ജീവനെ സമർപ്പിക്കുന്നത്, അത് സമർപ്പിക്കുവാനും വീണ്ടെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ആരും എൻ്റെ ജീവനെ എന്നിൽ നിന്നും പിടിച്ചെടുക്കുകയില്ല, ആർക്കും പിടിച്ചെടുക്കാൻ സാധിക്കുകയുമില്ല. യേശു ഇഷ്ടപൂർവം സമർപ്പിച്ച ഒരു ബലിയായിരുന്നു അത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വചനങ്ങൾ വളരെ വ്യക്തമായി ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ജീവൻ അർപ്പിക്കുകയാണ്, അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാൻ സമർപ്പിക്കുകയാണ്. അടുത്ത വചനം, ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. എത്ര വ്യക്തമായിട്ടാണ് ഈശോ പറയുന്നത്, ഞാൻ എൻ്റെ ജീവനെ സമർപ്പിക്കുന്നു, അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ സമർപ്പിക്കുന്നത്. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, മറിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവനെ സമർപ്പിക്കുകയാണ്. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഇതിനു മുമ്പ് നാം കണ്ട പല അഭിപ്രായങ്ങളും വിലകെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂദാസ് ഒറ്റ കൊടുത്തത് കണ്ടല്ല ഈശോ മരിച്ചത്, ഈശോ സ്വന്തം ജീവനെ അർപ്പിച്ചത് കൊണ്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. അധികാരികൾ ഇല്ലാതാക്കിയത് കൊണ്ടല്ല ഈശോ മരിച്ചത്, ഇല്ലാതാകുവാൻ അവൻ തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു. തൻ്റെ ജീവനെ സ്വന്തം ഇഷ്ടമനുസരിച്ച്, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ സമർപ്പിക്കുകയായിരുന്നു. ഒരു അധികാരിയും ഒരു പടയാളിയും പിടിച്ചെടുത്ത ജീവനല്ലാതെ ഈശോ സ്വന്തമായി സമർപ്പിച്ച ജീവനാണത്. അത് ഈശോയുടെ ബലിയാണ്. കുരിശിൽ ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ അർപ്പിച്ച ബലി. ഈശോയുടെ പീഡാസഹനത്തിന്റെ സമയത്ത് ഈശോ ഇതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 53-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 53-ാമത്തെ വചനം, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ല എന്നും നീ വിചാരിക്കുന്നുവോ? നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത്? നീ വാളെടുത്ത് എന്നെ സംരക്ഷിക്കണമെന്ന് നീ കരുതിയോ? എനിക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ? ഞാൻ പ്രാർത്ഥിച്ചാൽ അവൻ 12-ലധികം വ്യൂഹങ്ങളെ അയച്ച് എന്നെ സംരക്ഷിക്കില്ലേ? വേണമെങ്കിൽ അത് സംഭവിക്കും, പക്ഷെ അത് എൻ്റെ വഴിയല്ല. ഞാൻ എൻ്റെ ജീവനെ സ്വയം സമർപ്പിക്കുകയാണ്. ഇതാരും പിടിച്ചെടുക്കുന്നതല്ല. അതുകൊണ്ട് നിന്റെ വാളുകൊണ്ട് എന്നെ സംരക്ഷിക്കാൻ നീ പരിശ്രമിക്കേണ്ട. നിന്റെ വാൾ നിന്റെ ഉറയിലിടുക. നിന്റെ വാളുകൊണ്ട് എനിക്ക് ആവശ്യമില്ല. നിന്റെ വാളിനേക്കാൾ ശക്തമായ ആയുധങ്ങളുമായി എനിക്ക് വേണ്ടി പോരാടാൻ എൻ്റെ പിതാവ് 12-ലേറെ വ്യൂഹങ്ങളെ വേണമെങ്കിൽ അയക്കും. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. ഈ ജീവനെ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് ഈ ജീവനെ ഞാൻ സമർപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ ജീവൻ സ്വയം അർപ്പിക്കപ്പെട്ട ജീവനാണ്. ആരും പിടിച്ചെടുത്ത ജീവനല്ല, ആരും ബലപ്രയോഗം നടത്തി ഇല്ലാതാക്കിയ ജീവനല്ല, മറിച്ച് സ്വയം സമർപ്പിച്ച ജീവനായിരുന്നു. തിരിച്ചെടുക്കാൻ വേണ്ടി ഈശോ അർപ്പിച്ച ജീവൻ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാമത്തെ വചനത്തിലും ഈശോ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. ഞാൻ യഹൂദരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടത് എൻ്റെ ബലഹീനത കൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുവോ?
ഞാൻ യഹൂദരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടത് അവരുടെ ശക്തി കൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? അതുകൊണ്ടല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം സ്വർഗരാജ്യമാണ്. എൻ്റെ വിധാനം, എൻ്റെ രീതി സ്വർഗത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ യഹൂദരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടത്. യഹൂദരുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ടത് എൻ്റെ പരാജയമല്ല, എൻ്റെ ബലഹീനതയല്ല, മറിച്ച് എൻ്റെ തീരുമാനമാണ്, എൻ്റെ സമർപ്പണമാണ്. യഹൂദരുടെ കൈകളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വചനങ്ങൾ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 53-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാമത്തെ വചനം. സംശയത്തിന് ഇടയില്ലാതെ യേശു പറയുന്നു, ഞാനാണ് എൻ്റെ ജീവനെ സമർപ്പിക്കുന്നത്. എൻ്റെ ജീവനെ ആരും പിടിച്ചെടുക്കുന്നില്ല, പിടിച്ചെടുക്കാൻ സാധിക്കുകയുമില്ല. വേണമെങ്കിൽ ഈ ശത്രുക്കളോടും ഈ യഹൂദരോടും അധികാരികളോടും പോരാടാൻ എനിക്ക് സാധിക്കുമായിരുന്നു. എന്നെ ഈ യഹൂദർക്ക് ഏൽപ്പിച്ചു കൊടുത്തത് യൂദാസിന്റെ ഒറ്റുകൊടുക്കൽ കൊണ്ടല്ല, അധികാരികളുടെ കുതന്ത്രങ്ങൾ കൊണ്ടല്ല, യഹൂദരുടെ ശക്തി കൊണ്ടല്ല, മറിച്ച് ഞാൻ യഹൂദരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടത് എൻ്റെ തീരുമാനപ്രകാരമാണ്. തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവനെ സമർപ്പിക്കുന്നു. ഇങ്ങനെയാണ് യേശു ഈ ലോകത്തെ രക്ഷിച്ചത്. തന്നെ തന്നെ കുരിശിൽ സമർപ്പിച്ചുകൊണ്ട് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യത്തിൽ ഒരു മരക്കുരിശിൽ ശരീരം മുഴുവൻ മുറിവേറ്റ് 3 ആണുകളിൽ തൂങ്ങിക്കിടന്ന് അർദ്ധനഗ്നനായി പരിഹാസപാത്രനായി ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ മരിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു. അതൊരു പരാജയമായിരുന്നില്ല, അത് ഒരു ഒറ്റക്കെടുക്കലിന്റെ ഫലമായിരുന്നില്ല, അത് കുതന്ത്രങ്ങളുടെ വിജയമായിരുന്നില്ല, മറിച്ച് ഈശോയുടെ തീരുമാനമായിരുന്നു. തന്നെ തന്നെ അവൻ സമർപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈശോ തന്നെ തന്നെ ഇങ്ങനെ സമർപ്പിച്ചത്? ഈശോ ഈ ലോകത്തെ രക്ഷിച്ചത് തൻ്റെ കുരിശുമരണം വഴിയാണെന്ന് നാം കണ്ടു. അവൻ്റെ രക്തമാണ് നമ്മെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ചത് എന്ന് നാം കണ്ടു. അവൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നതെന്ന് നാം കണ്ടു. ഈ ബലിയർപ്പണം അവൻ ഇഷ്ടപ്രകാരം ചെയ്തതാണെന്നും നാം കണ്ടു. എന്തുകൊണ്ടാണ് ഈശോ ഇപ്രകാരം സഹനം നിറഞ്ഞ ഒരു മരണം തിരഞ്ഞെടുത്തത്? ഈശോ സർവശക്തനാണ്. ഈശോ ഈ ലോകത്തിൻ്റെ രക്ഷകനാണ്. ഈ ലോകത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ ഈശോയ്ക്ക് ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാമായിരുന്നു. ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആവഹിച്ച് ശുശ്രൂഷകർക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരുന്ന ശിഷ്യന്മാരെ മുഴുവൻ വിളിച്ച് അവരോട് പലപ്പോഴും സംസാരിച്ചതുപോലെ സംസാരിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളുടെ എല്ലാ പാപങ്ങളും, ഈ ലോകത്തിൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ പിതാവുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞാൽ അത് നടക്കും. ആ യേശുവിൻ്റെ വാക്കിൽ പാപമോചനമുണ്ട്. യേശുവിന് വാക്കുകളിലൂടെ പാപമോചനം നൽകാമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈശോ ഈ വേദന നിറഞ്ഞ, സഹനം നിറഞ്ഞ കുരിശുമരണം തിരഞ്ഞെടുത്തത്? ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരുടെ മേൽ കൈകൾ വെച്ച് അവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ച് അവരുടെ പാപങ്ങൾ ഈശോയ്ക്ക് ക്ഷമിക്കാമായിരുന്നു. സർവശക്തനായ ദൈവത്തിന് അങ്ങനെ തീരുമാനിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് ഈശോ അപ്രകാരം ഒരു മരണം തിരഞ്ഞെടുത്തത്? 2 കാരണങ്ങൾ കൊണ്ടാണ് ഈശോ കുരിശു മരണം തിരഞ്ഞെടുത്തത്. വേദന നിറഞ്ഞ, സഹനം നിറഞ്ഞ, ഈ ലോകത്തിന് സങ്കല്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഈ മരണം ഈശോ തിരഞ്ഞെടുക്കാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, ഈ കുരിശിലൂടെ ഈശോ ലോകത്തെ സ്നേഹിക്കുന്നത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകം മനസ്സിലാക്കിയെന്ന് വരില്ല. ആ സ്നേഹത്തിൻ്റെ അടയാളമായി ഈശോ കുരിശുമരണം സ്വീകരിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുരിശുമരണം സ്വീകരിക്കുന്നു. ഇതായിരുന്നു ഈശോയുടെ ലക്ഷ്യം. സ്നേഹം ഈ ലോകത്തിന് വെളിവാക്കി കൊടുക്കുവാൻ വേണ്ടി, ഈ ലോകത്തിനോട് ദൈവത്തിനുള്ള അപാരമായ സ്നേഹത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈശോ കുരിശുമരണം തിരഞ്ഞെടുത്തത്. ദൈവം അതിന് തിരുമനസ്സായത്. അല്ല എങ്കിൽ ഒരു പക്ഷേ
ദൈവത്തിൻ്റെ അപാരമായ സ്നേഹം ഈ ലോകം മനസ്സിലാക്കില്ലായിരുന്നു. ഈ കുരിശിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. യേശുവിൻ്റെ മരണത്തിന് ശേഷം, യേശുവിൻ്റെ മരണത്തിന് മുമ്പ് അവമാനത്തിൻ്റെ ചിഹ്നമായിരുന്ന, പരിഹാസത്തിൻ്റെ ചിഹ്നമായിരുന്ന കുരിശിനെ ഈശോ തൻ്റെ മരണത്തിലൂടെ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാക്കി മാറ്റി. സ്നേഹത്തിൻ്റെ അടയാളമാണ് കുരിശ്. കാരണം ഈ ലോകത്തോടുള്ള തൻ്റെ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടി ഈശോ തിരഞ്ഞെടുത്തത് കുരിശാണ്. കുരിശിൽ മരിച്ചുകൊണ്ട് ഈ ലോകത്തെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഈ ലോകത്തിന് ഈശോ കാണിച്ചു കൊടുത്തു. അങ്ങനെ കുരിശ് മരണം വഴി ദൈവത്തിൻ്റെ സ്നേഹം എത്ര അഗാധമാണെന്ന് നാം മനസ്സിലാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് നാം ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ ഈ ലോകത്തിന് നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സാധാരണ രീതിയിൽ ക്രിസ്മസിൻ്റെ അവസരത്തിലാണ് നാം ഈ വചനം ഓർക്കാറുള്ളത്. ലോകത്തെ സ്നേഹിച്ച തമ്പുരാൻ ഈ ലോകത്തിന് തൻ്റെ ഏകൈക പുത്രനെ നൽകി. ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിന് നൽകി. ഇത് നാം ക്രിസ്മസിൻ്റെ അവസരത്തിൽ ധ്യാനിക്കാറുള്ളൊരു വചനമാണ്. പക്ഷേ പിതാവായ ദൈവം ഈ ലോകത്തിന് യേശുവിനെ നൽകിയത് പുൽക്കൂട്ടിൽ ജനിക്കാൻ വേണ്ടി മാത്രമാണോ? പുൽക്കൂട്ടിൽ ഈശോ ജനിക്കുമ്പോൾ നാം പറയാറുണ്ട്, ഈ ലോകത്തെ ദൈവം എത്രയധികം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ ഈ ലോകത്തിന് നൽകിയിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, പുൽക്കൂട്ടിൽ മരിച്ച ഈശോ, പുൽക്കൂട്ടിൽ ജനിച്ച ഈശോ കുരിശിൽ മരിക്കുമ്പോഴാണ് ഏകജാതനൻ നൽകി എന്ന ആ വാക്യം പൂർണ്ണമായും നിറവേറുന്നത്. ഈശോ പുൽക്കൂട്ടിൽ ജനിച്ച് അവിടെ അവസാനിക്കുന്നില്ല. അവൻ്റെ ജീവിതം അവസാനിക്കുന്നത് കുരിശിലാണ്. പുൽക്കൂട് മുതൽ കുരിശ് വരെ പിതാവായ ദൈവം ഈ ഈശോയെ ഈ ലോകത്തിന് നൽകുകയായിരുന്നു. ഏകജാതനെ ഈ ലോകത്തിന് നൽകിയെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജനിക്കാൻ നൽകിയെന്നല്ല, ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചു എന്നല്ല, മറിച്ച് ഈ ലോകത്തിന് വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തം വരെ കുരിശിൽ ചിന്തുവാൻ തൻ്റെ ഏകജാതനെ വിട്ടുകൊടുത്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പുൽക്കൂട്ടിൽ ജനിച്ച ഈശോ മരക്കുരിശിൽ കാൽവരിയിൽ മരിക്കുന്നതോളം പിതാവായ ദൈവം അവനെ ഈ ലോകത്തിന് വിട്ടുകൊടുത്തു. ഈ ലോകത്തിന് വേണ്ടി മരിക്കാൻ, ഈ ലോകത്തിന് വേണ്ടി ചോരയൊഴുക്കാൻ, ഈ ലോകത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ പിതാവായ ദൈവം അവനെ വിട്ടുകൊടുത്തു. ഈ ത്യാഗത്തിൽ നിന്ന്, ഈ കുരിശിൽ നിന്ന് ആണ്, കുരിശ് മരണത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇക്കാര്യം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനം. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നാം അറിയുന്നു. സ്നേഹം എന്താണെന്ന് നാം അറിയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് ഈ ലോകത്തോടുള്ള സ്നേഹം നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന്, അവൻ്റെ കുരിശ് മരണത്തിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈശോ എന്തിനാണ് കുരിശിൽ മരിച്ചത്? സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി. ഈ ലോകത്തോട് അവനുള്ള അപാരമായ സ്നേഹത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. കുരിശിൽ മരിക്കാതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ലോകത്തിന് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇത്രയും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് ഈ ലോകത്തോടുള്ള അപാരമായ സ്നേഹത്തെ വെളിപ്പെടുത്താൻ ഈശോ കുരിശു മരണം സ്വീകരിച്ചു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 9-10 വചനങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 9-10 വചനങ്ങൾ. തൻ്റെ ഏകപുത്രൻ വഴി
നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. 9-ാമത്തെ വചനം. 10-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് വെളിപ്പെട്ടത്? അടുത്ത വചനത്തിലേക്ക് നമുക്ക് പോകാം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം ഈ ഭൂമിയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം ഈ ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് വെളിപ്പെട്ടത്? ദൈവം തന്റെ ഏകൈക പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും അവൻ ഈ ലോകത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തത് വഴി അവന്റെ സ്നേഹം വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ ദൈവം തെരഞ്ഞെടുത്ത മാർഗമാണ് കുരിശുമരണം. ഈ ലോകത്തോട് അവനുള്ള വലിയ സ്നേഹം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അവൻ തിരഞ്ഞെടുത്തതാണ് കുരിശുമരണം. ദൈവത്തിന്റെ സ്നേഹം ഈ ലോകത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് വെളിപ്പെട്ടത്? ഈ ലോകത്തിലേക്ക് വന്ന ഏകൈക പുത്രനായ ഈശോ മിശിഹ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യത്തിൽ ഒരു മരക്കുരിശിൽ ശരീരം മുഴുവൻ മുറിവേറ്റ് 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് സ്വന്തം ജീവൻ അർപ്പിച്ചപ്പോൾ, തൻ്റെ അവസാനത്തുള്ളി രക്തം ഈ ലോകത്തിന് വേണ്ടി അർപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ഈ ലോകത്തിൽ വെളിപ്പെട്ടു. ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് മനുഷ്യർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ദൈവം തൻ്റെ ഏകജാതനെ അർപ്പിക്കുകയും ആ ഏകജാതൻ സ്വന്തം ജീവനെ ഈ ലോകത്തിന് വേണ്ടി അർപ്പിക്കുകയും ചെയ്തത് വഴി സ്നേഹം എന്താണെന്ന് ഈ ലോകം അറിഞ്ഞു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഈ ലോകം കണ്ടത് കുരിശിലാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വിസ്താരവും ആഴവും ഈ മനുഷ്യകുലം കണ്ടത് കുരിശിലാണ്. അവന് വേണ്ടി, മനുഷ്യന് വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തം പോലും ഒഴുക്കിയ ഈശോ മിശിഹായുടെ ജീവിതത്തിലാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഈ ലോകത്തിന് കാണാൻ സാധിക്കുന്നത്. മറ്റു പല ദൈവസങ്കല്പങ്ങളിലും ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ ബലിയർപ്പിക്കുന്ന മനുഷ്യരെ കുറിച്ച് നാം വായിക്കാറുണ്ട്. പക്ഷെ ഇവിടെ മനുഷ്യരോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി, ഈ ലോകത്തോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി സർവശക്തനായ തമ്പുരാൻ, ദൈവത്തിൻ്റെ ഏകപുത്രൻ, ഏകരക്ഷകൻ, ലോകരക്ഷകൻ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യത്തിൽ ശരീരം മുഴുവൻ മുറിവേറ്റ് തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കുന്നു. ആ കുരിശുമരണം ഈ ലോകത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് വിളിച്ചു പറയുന്നത്. സ്നേഹത്തിൻ്റെ അടയാളമാണ് കുരിശ്. ഈ ബലിയർപ്പിക്കുവാനുള്ള ആദ്യത്തെ കാരണം ഈ സ്നേഹമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ ഈ കുരിശുമരണത്തെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ ആരെങ്കിലും തുനിഞ്ഞെന്ന് വരാം. പക്ഷേ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ദൈവം ഈ ലോകത്തോടുള്ള തൻ്റെ സ്നേഹം എങ്ങനെയാണ് പ്രകടമാക്കിയിരിക്കുന്നത്? തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് വഴി ആ ഏകജാതൻ പാപികളായിരിക്കുന്ന നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിച്ചത് വഴി ദൈവം ഈ ലോകത്തോടുള്ള തൻ്റെ വലിയ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. പൗലോസ് ശ്ലീഹ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ആരും മുന്നോട്ട് വരില്ല. ഒരു നീതിമാനായ മനുഷ്യന് വേണ്ടി പോലും മറ്റൊരു മനുഷ്യൻ മരിക്കാൻ തയ്യാറാകില്ല. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി ബലിയർപ്പിക്കുവാൻ, ജീവൻ കൊടുക്കാൻ ആരെങ്കിലും തുനിഞ്ഞെന്ന് വരാം. ഒരു നല്ല മനുഷ്യന് വേണ്ടി, ഒരു വിശുദ്ധന് വേണ്ടി, ഒരു നീതിമാന് വേണ്ടി. പക്ഷെ നമ്മുടെ കാര്യത്തിലോ, നമ്മൾ പാപികളായിരിക്കെ, നമ്മൾ ബലഹീനരായിരിക്കെ, നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നിരിക്കെ സർവശക്തനായ ദൈവമയച്ച അവൻ്റെ ഏകൈക പുത്രനായ ഈശോ നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിച്ചു. അങ്ങനെ ദൈവം ഈ ലോകത്തോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. ഈ ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുരിശിലേക്ക് നോക്കാൻ പറയണം.
അവൻ്റെ ആണിപ്പഴുതുകളിലേക്ക് നോക്കാൻ പറയണം. അവൻ്റെ ആണിപ്പഴുതുകളാണ് ഈ ലോകത്തോട് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ അടയാളം. അവൻ്റെ കുരിശാണ് ഈ ലോകത്തോട് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് കാണിച്ചു തരുന്നത്. അവൻ്റെ ആണിപ്പാടുകൾ, ശരീരം മുഴുവനുമുള്ള അവൻ്റെ മുറിപ്പാടുകൾ ഈ ലോകത്തോട് ദൈവത്തിനുള്ള സ്നേഹം എന്താണെന്ന് വിളിച്ചോതുന്നു. അങ്ങനെ ദൈവം തൻ്റെ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു കുരിശുമരണം വഴി, കുരിശിലുള്ള ബലി വഴി. ഇതിനെക്കുറിച്ച് ഈശോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വചനം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞ ഈശോ കുരിശിൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് തൻ്റെ സ്നേഹിതരായ മനുഷ്യകുലത്തിന് വേണ്ടി തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോടുള്ള അവൻ്റെ അപാരമായ സ്നേഹത്തെ വെളിപ്പെടുത്തി. ഈ ലോകത്തോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈശോ കുരിശു മരണം തിരഞ്ഞെടുത്തതെന്ന് സംശയത്തിന് ഇടയില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. കുരിശുമരണത്തിലൂടെയാണ് നമ്മെ രക്ഷിച്ചതെന്ന് നാം കണ്ടു. അവൻ്റെ രക്തമാണ് നമ്മെ കഴുകി വിശുദ്ധീകരിച്ചതെന്ന് നാം കണ്ടു. എന്തിനാണ് ഈശോ കുരിശുമരണം സ്വീകരിച്ചത്? ആദ്യത്തെ കാരണം നാം കണ്ടു. ഈ ലോകത്തോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈശോ കുരിശുമരണം തിരഞ്ഞെടുത്തത്. ഈ ലോകത്തോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം തൻ്റെ ഏകജാതനെ ബലിയർപ്പിക്കാനായി വിട്ടുകൊടുത്തത്. നമുക്കറിയാം, ഒരു മനുഷ്യന് നമ്മോടുള്ള സ്നേഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ആ മനുഷ്യൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിൻ്റെ അളവനുസരിച്ചാണ്. ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ, ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി നീക്കുപോക്കുകൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ഉറപ്പിക്കാം അവൾക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന്. സ്നേഹത്തിൻ്റെ അടയാളമാണ് സഹനം, സ്നേഹത്തിൻ്റെ അടയാളമാണ് ത്യാഗം, സ്നേഹത്തിൻ്റെ അടയാളമാണ് കുരിശ്. അങ്ങനെ ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ സംശയിക്കുന്നവർ കുരിശിലേക്ക് നോക്കട്ടെ. ആണിപ്പാടുകളുള്ള യേശുവിൻ്റെ കൈകാലുകളിലേക്ക് നോക്കട്ടെ. നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട അവൻ്റെ തിരുവിലാവിലേക്ക് നോക്കട്ടെ. അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ വിളിച്ചോതുന്നതാണ് കുരിശ്. ആ കുരിശുമരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. അതിനെക്കുറിച്ചാണ് നാം ഇതുവരെ കണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 9-10 വചനങ്ങൾ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-8 വചനങ്ങൾ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വചനം. ഇത്രയും വചനങ്ങൾ നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് കുരിശുമരണം. കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കണം, അവൻ്റെ മുറിവുകളിലേക്ക് നോക്കണം, അവൻ്റെ തിരുവിലാവിലേക്ക് നോക്കണം, അവൻ്റെ മുൾക്കിരീടത്തിലേക്ക് നോക്കണം. ആ സഹനം എന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. അവൻ്റെ കുരിശ് എന്നോടുള്ള കരുതലിൻ്റെ അടയാളമാണ്. അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ എന്നോടുള്ള അവൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്. രണ്ടാമതായി ഈശോ കുരിശുമരണം തിരഞ്ഞെടുക്കാനുള്ള കാരണം, തന്നെ തന്നെ ബലിയർപ്പിക്കാനുള്ള കാരണം ആ ജനത്തിൻ്റെ വിശ്വാസമാണ്. പാപമോചനത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പാപം മോചിക്കപ്പെടണമെങ്കിൽ രക്തം ചിന്തണം. രക്തമില്ലാതെ പാപമോചനമില്ല. രക്തം ചിന്താതെ പാപമോചനം സാധ്യമല്ല. ഇസ്രായേൽക്കാർ മാത്രമല്ല, ആ നാട്ടിൽ ജീവിച്ചിരുന്ന, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ജനതകളും, എല്ലാ വിഭാഗങ്ങളും വിശ്വസിച്ചിരുന്ന ഇതാണ്: പാപം മോചിക്കപ്പെടണമെങ്കിൽ രക്തം ചിന്തപ്പെടണം. ആരെങ്കിലും രക്തം ചിന്താതെ, ഏതെങ്കിലും മൃഗത്തിൻ്റെ രക്തം ചിന്താതെ പാപമോചനമില്ല. അതുകൊണ്ട് പാപപരിഹാരത്തിന് വേണ്ടി ഇസ്രായേൽക്കാരും ആ കാലഘട്ടത്തിലെ എല്ലാ ജനതകളും ബലികൾ അർപ്പിക്കുമായിരുന്നു. ആടുകളെയും കാളകളെയും അവർ ബലികൾ അർപ്പിക്കുമായിരുന്നു പാപമോചനത്തിന് വേണ്ടി. ആടുകളുടെ രക്തമൊഴുക്കി
കാളകളുടെ രക്തമൊഴുക്കി, ജന്തുക്കളുടെ രക്തമൊഴുക്കി പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിരുന്നവരാണ് ഇസ്രായേൽക്കാരും ആ കാലഘട്ടത്തിലെ സകല ജനതകളും. അവരുടെ മനസ്സിൽ വേരൂന്നിയിരുന്ന ഒരു സങ്കല്പമാണിത്. പാപമോചനം വേണമെങ്കിൽ രക്തം ചിന്തപ്പെടണം. രക്തം ചിന്തപ്പെടാതെ പാപമോചനമില്ല. അങ്ങനെയെങ്കിൽ ഈശോ ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി ഞാൻ നിങ്ങളുടെ പാപം ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നു. അവർ പറയും, നീ ഞങ്ങളുടെ പാപം എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? നീ പറഞ്ഞാൽ ഞങ്ങളുടെ പാപം പോകുമോ? നീ പറഞ്ഞാൽ ഞങ്ങൾക്ക് പാപമോചനം കിട്ടുമോ? എവിടെയാണ് രക്തം? എവിടെയാണ് രക്തം ചിന്തപ്പെട്ടത്? രക്തം ചിന്താതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് പാപമോചനം ലഭിക്കുക? ആരാണ് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയത്? ഏത് ജന്തുവിൻ്റെ രക്തമാണ് നീ ഒഴുക്കിയത്? എങ്ങനെയാണ് ഞങ്ങൾക്ക് പാപമോചനം ലഭിക്കുക? കാരണം രക്തം ചിന്താതെ പാപമോചനമില്ല. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വചനം നമുക്ക് നോക്കാം. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വചനം. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. ഇത് അന്നാട്ടിലെ ജനത്തിന്റെ വിശ്വാസമാണ്. ആ കാലഘട്ടത്തിലെ ഈ ഭൂമുഖത്തെ എല്ലാ ജനവിഭാഗങ്ങളും വിശ്വസിച്ചിരുന്ന കാര്യമാണ്. രക്തം ചിന്താതെ പാപമോചനമില്ല. അതുകൊണ്ട് കുരിശുമരണം വഴി രക്തം ചിന്താതെ യേശു ലോകത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു ലോകത്തെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ജനത്തിന് മനസ്സിലാകില്ല, ഈ ഇന്നത്തെ ലോകത്തിനും മനസ്സിലാകില്ല. അതുകൊണ്ട് ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ, ഈ ലോകത്തിന് വ്യക്തമാകുന്ന രീതിയിൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി, ഈ ലോകത്തെ അവരുടേതായ രീതിയിൽ രക്ഷിക്കാൻ വേണ്ടി, അവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയാണ് അവൻ രക്തം ചിന്തിയത്. രക്തം ചിന്താതെ പാപമോചനമില്ല. അങ്ങനെ രക്തം ചിന്തി ഈശോ തൻ്റെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കി ഈ ലോകത്തിന് രക്ഷ പകർന്നു കൊടുത്തു. ഇനിയും ഇതിന് അടിസ്ഥാനമായി പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ ചെയ്തു പോന്നിരുന്ന ചില സമ്പ്രദായങ്ങളെക്കുറിച്ച്, ബലിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇസ്രായേൽക്കാർ എല്ലാ വർഷവും ഒരു ദിവസം പാപപരിഹാര ദിനമായി ആചരിക്കുമായിരുന്നു. ഒരു വർഷം മുഴുവൻ അവർ ചെയ്ത, അറിഞ്ഞും അറിയാതെയും അവരുടെ ജീവിതത്തിൽ വന്നുകൂടിയ എല്ലാ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ ജനം മുഴുവൻ പാപപരിഹാര ദിനം ആചരിക്കുമായിരുന്നു. ഈ പാപപരിഹാര ദിനത്തിൽ അവർ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി ഒരു കാളക്കുട്ടിയെ കൊണ്ടുവരണം. പുരോഹിതൻ അവൻ്റെ പാപങ്ങൾക്കും അവൻ്റെ കുടുംബത്തിൻ്റെ പാപങ്ങൾക്കും പരിഹാരമായി ആ കാളക്കുട്ടിയെ ബലിയർപ്പിക്കണം. അതിനുശേഷം ഇസ്രായേൽ ജനം 2 ആട്ടിൻകുട്ടികളെ കൊണ്ടുവരണം. ആ ആട്ടിൻകുട്ടികൾക്ക് നറുക്കിടും. നറുക്കിട്ട് കിട്ടുന്ന ഒരു ആടിനെ ദേവാലയത്തിൽ സകല ജനങ്ങളുടെയും പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കും. 2ാമത്തെ ആടിൻ്റെ മുകളിൽ പുരോഹിതൻ കൈകൾ വെച്ച് ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ആ ആടിൻ്റെ തലയിൽ വെച്ച് ആ ആടിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞുവിടും. മരുഭൂമിയിലേക്ക് പോകുന്ന ആട് ആ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ, പുല്ല് കിട്ടാതെ അവിടെ മരിച്ചു പോകും. ആ ആട് മരിച്ചു പോകുമ്പോൾ അവൻ്റെ തലയിൽ വെച്ച് കെട്ടിയ, ആ ആടിൻ്റെ മേൽ വെച്ച് കെട്ടിയ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുമെന്ന് അവർ കരുതിയിരുന്നു. ഇങ്ങനെയാണ് പാപപരിഹാര ബലി, പാപപരിഹാര ദിനം അവർ ആചരിച്ചിരുന്നത്. കാളക്കുട്ടിയെ പുരോഹിതന്റെ കുടുംബത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു. 2 ആടുകളിൽ ഒരു ആടിനെ ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്നു. അതിൻ്റെ രക്തം അവിടെ തെളിക്കുന്നു. 3ാമതായി ഒരു ആട്ടിൻകുട്ടിയുടെ മേൽ എല്ലാ പാപങ്ങളും വെച്ച് ആ ആടിനെ മരുഭൂമിയിലേക്ക് അയക്കുന്നു. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിലാണ് ഈ പാപപരിഹാര ദിനത്തെക്കുറിച്ച് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം. ആ 16-ാം അധ്യായത്തിന് ഒരു തലക്കെട്ടുണ്ട്, ഒരു ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ് ഇപ്രകാരമാണ്: പാപപരിഹാര ദിനം. പാപപരിഹാര ദിനം. ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു വർഷത്തെ എല്ലാ പാപങ്ങളും മോചിക്കുവാൻ വേണ്ടി അവർ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് ഈ അധ്യായം വിവരിക്കുന്നു. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഈ അധ്യായം നിങ്ങൾ ശ്രദ്ധയോടെ പൂർണ്ണമായും വായിക്കണം. എന്തിനാണ് യേശു കുരിശിൽ മരിച്ചതെന്ന്, എന്തുകൊണ്ടാണ് യേശു ലോകത്തിൻ്റെ പാപങ്ങൾ സംവഹിക്കുന്ന കുഞ്ഞാടാണെന്ന് വിളിക്കപ്പെട്ടതെന്ന് ഈ അധ്യായം നമുക്ക് പറഞ്ഞു തരും.
പാപപരിഹാര ദിനത്തിൽ അവർ ചെയ്തിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഏതാനും ചില വാക്യങ്ങൾ മാത്രം നമുക്കിവിടെ വായിക്കാം. ലേവിയരുടെ പുസ്തകം 16-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങൾ. അഹറോൻ തനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ അർപ്പിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. തൻ്റെ പാപത്തിന് പരിഹാരമായി, തൻ്റെ കുടുംബത്തിൻ്റെ പാപത്തിന് പരിഹാരമായി കാളക്കുട്ടിയെ ബലിയർപ്പിക്കണം. അങ്ങനെ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം അവൻ ചെയ്യണം. അനന്തരം 2 കോലാടുകളെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. അഹറോൻ കുറിയിട്ട ആടുകളിൽ ഒന്നിനെ കർത്താവിനും മറ്റേതിനെ അസാസേലിനുമായി നിശ്ചയിക്കണം. കർത്താവിനായി കുറി വീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. എന്നാൽ അസാസേലിനായി കുറി വീണ ആടിനെ പാപപരിഹാരം ചെയ്യുന്നതിനും അസാസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനും വേണ്ടി ജീവനോടെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തണം. 1 കാളക്കുട്ടി, 2 ആട്ടിൻകുട്ടികൾ. ഇനി ഈ കാളക്കുട്ടിയെയും ആട്ടിൻകുട്ടികളെയും അവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? 11-ാമത്തെ വചനം. അഹറോൻ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ സമർപ്പിക്കണം. കാളക്കുട്ടിയുടെ ബലി തീർന്നു. ഇനി 2 ആട്ടിൻകുട്ടികളുണ്ട്. ആ ആട്ടിൻകുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? 1 ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കണം. 16-ാം അധ്യായം 15-ാമത്തെ വചനം. ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിൻ്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുമ്പിലും തെളിക്കണം. കാളക്കുട്ടിയെ കൊന്ന് ബലിയർപ്പിക്കണം. അതിൻ്റെ രക്തം കൃപാസനത്തിങ്കൽ തെളിക്കണം. അങ്ങനെ അഹറോന്റെ പാപങ്ങൾക്കും കുടുംബത്തിൻ്റെ പാപങ്ങൾക്കും പരിഹാരം ചെയ്യണം. ബാക്കിയുള്ള 2 ആട്ടിൻകുട്ടികളിൽ 1 ആടിനെ കൊന്ന് അതിൻ്റെ രക്തവും ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടെ തെളിക്കണം. ജന്തുവിൻ്റെ രക്തം വഴിയാണ് പാപമോചനം നടക്കുന്നത്. ഇനി 1 ആട്ടിൻകുട്ടി ബാക്കിയുണ്ട്. ഈ ആട്ടിൻകുട്ടിയെ എന്താണ് അവർ ചെയ്തിരുന്നത്? 20-ാമത്തെ വചനം മുതൽ നമുക്ക് വായിക്കാം. ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും പാപപരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതിനു മുമ്പ് ഒരു കോലാടിനെ ബലിയർപ്പിച്ചു. ഇനിയുള്ളത് 1 കോലാടാണ്. അതിന് എന്താണ് അവർ ചെയ്തിരുന്നത്? അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. ആ കോലാടിൻ്റെ തലയിൽ കൈകൾ വെച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ അതിക്രമങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. ആ അതിക്രമങ്ങളെയും അക്രമങ്ങളെയും പാപങ്ങളെയും ആ കോലാടിൻ്റെ തലയിൽ വെച്ച് കെട്ടണം. ആ പാപങ്ങളും ചുമന്ന് ഈ കോലാട് മരുഭൂമിയിലേക്ക് പോകും. അവിടെ വെള്ളം കിട്ടാതെ, പുല്ല് കിട്ടാതെ ആ ആട് മരിച്ചു വിടുമ്പോൾ ആ ആടിനോടൊപ്പം അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുവെന്ന് അവർ വിശ്വസിച്ചു. ഈ ബലിയർപ്പിക്കപ്പെട്ട ആടിൻ്റെ സ്ഥാനത്ത് ഈ പാപങ്ങൾ ചുമന്ന് മരുഭൂമിയിലേക്ക് പോയ ആടിൻ്റെ സ്ഥാനത്ത് ഇതാ ഈ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതുകൊണ്ടാണ് ഈശോയെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ സ്നാപ യോഹന്നാൻ പരിചയപ്പെടുത്തിയത് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ സംവഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമത്തിൽ ജനത്തിന്റെ പാപങ്ങൾ സംവഹിച്ച് മരുഭൂമിയിലേക്ക് പോയി അവിടെ മരിച്ച് ജനത്തിന്റെ പാപങ്ങൾക്ക് ആടിന്റെ മരണം വഴി പാപപരിഹാരം കണ്ടെത്തിയതുപോലെ ദൈവജനത്തിന്റെ പാപങ്ങൾ സംവഹിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈശോ. പഴയ നിയമത്തിൽ ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട ആട്ടിൻകൂട്ടിയുടെ സ്ഥാനത്ത് ദൈവജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടുവാൻ ദൈവം അയച്ച കുഞ്ഞാടാണ് ഈ ക്രിസ്തു. അന്ന് ബലികളായി അർപ്പിക്കപ്പെട്ട ആ 2 ആടുകളുടെ സ്ഥാനത്തും 1 കുഞ്ഞാട്, 1 രക്ഷകൻ, ഏകൈകജാതൻ, ഏകൈക രക്ഷകൻ, ലോകരക്ഷകൻ ഈശോ മിശിഹ. അങ്ങനെ ഈശോയെ കണ്ടപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ദൈവത്തിൻ്റെ ആട്, ലോകത്തിൻ്റെ പാപങ്ങൾ സംവഹിക്കുന്ന ആട്. പാപപരിഹാര ദിനം 1 ആട് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടിരുന്നു. മറ്റേ ആട് ലോകജനത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് മരുഭൂമിയിലേക്ക് പോകുമായിരുന്നു. കാരണം എന്താണ്? ഇതിനു മുമ്പ് നാം കണ്ടു കഴിഞ്ഞു, രക്തം ചിന്താതെ പാപമോചനമില്ല.
പാപം മോചിക്കപ്പെടണമെങ്കിൽ രക്തം ചിന്തണം. ഇങ്ങനെ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു ജനത്തിന്റെ പക്കലേക്ക് വന്ന് ഇതാ ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ജനം വിശ്വസിക്കുമായിരുന്നു? തീർച്ചയായും വിശ്വസിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ അവരുടെ പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും ഏറ്റെടുക്കാൻ വേണ്ടി രക്തം വഴി അവരുടെ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് യേശു തന്നെ കുരിശിൽ ബലിയർപ്പിച്ചത്. അതുകൊണ്ട് ഈശോ ഈ ലോകത്തിലേക്ക് വന്നു, തന്നെ ബലിയർപ്പിച്ചു. ആടുകൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഇടയന്റെ ഉപമ പറഞ്ഞ ഈശോ തൻ്റെ ആടുകൾക്ക് വേണ്ടി കുരിശിൽ തൻ്റെ ജീവനെ അർപ്പിക്കുന്നു. പഴയ നിയമത്തിൽ പാപപരിഹാര ദിനം രക്തം വഴി പാപം മോചിക്കപ്പെട്ടിരുന്നു എന്ന് അവർ കരുതിയിരുന്നു. പാപപരിഹാര ദിനത്തെ അവർ അങ്ങനെ ആചരിച്ചിരുന്നു. ആ പാപപരിഹാര ദിനത്തിൻ്റെ സ്ഥാനത്താണ് ഈശോ കുരിശിൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചത്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവൻ്റെ രക്തം വഴിയാണ് പാപമോചനം നമുക്ക് ലഭിച്ചത്. ഇങ്ങനെ ദൈവജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ആ ലോകത്തിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ പാപങ്ങളെ പരിപൂർണമായും മാറ്റിക്കളയുവാൻ വേണ്ടി, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ തൻ്റെ ജീവനെ അർപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനം. ഈശോയെ കുറിച്ച് സ്നാപക പറഞ്ഞ കാര്യമാണ് നാം ഇവിടെ വായിക്കുന്നത്. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ നോക്കി കുഞ്ഞാട് എന്ന് പറയുന്നത്? ലോകരക്ഷകനാണ്, ദൈവത്തിൻ്റെ ഏകൈകപുത്രൻ. ആ മനുഷ്യനെ നോക്കി ഒരു മനുഷ്യനെ കാണിച്ചു കൊടുത്ത് സ്നാപക പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത്. ഇവനാണ് ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ പോകുന്നത് എന്നായിരുന്നു യോഹന്നാൻ ഉദ്ദേശിച്ചത്. അവനെ കുഞ്ഞാട് എന്ന് വിളിക്കാനുള്ള കാരണമാണ് ഇതുവരെ നാം പരിശോധിച്ചത്. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു, കുഞ്ഞാടിൻ്റെ രക്തം വഴിയാണ് അവർ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിരുന്നത്. ആ കുഞ്ഞാടിൻ്റെ ജീവൻ അർപ്പിക്കപ്പെടുമ്പോൾ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നു എന്ന് അവർ കരുതിയിരുന്നു. ആ ജന്തുക്കളുടെ സ്ഥാനത്ത്, കുഞ്ഞാടിൻ്റെ സ്ഥാനത്ത് ഈശോ തൻ്റെ രക്തം ബലിയായി അർപ്പിക്കുന്നു, തൻ്റെ ജീവനെ അർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ബലിയർപ്പകനും ബലിവസ്തുവുമായി ഈശോ തന്നെ കുരിശിൽ അർപ്പിച്ചത്. അതിനു മുമ്പ് ജനം മുഴുവൻ പാപപരിഹാരം നേടിയിരുന്നത്, പാപങ്ങൾക്ക് മോചനം നേടിയിരുന്നത് ജന്തുക്കളുടെ ബലി വഴിയാണ്. ഈ ജന്തുക്കളുടെ പ്രത്യേകത എന്താണ്? ഈ ജന്തുക്കൾ നശ്വരമായ വസ്തുക്കളിൽ പെടുന്നതാണ്. ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, നശ്വരമായ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ജന്തുക്കൾ. അതുകൊണ്ട് ജന്തുക്കളുടെ രക്തം കൊണ്ട് പാപപരിഹാരം നേടിയാൽ എന്തു സംഭവിക്കും? വീണ്ടും വീണ്ടും ഈ ബലി അർപ്പിക്കപ്പെടണം. കാരണം അത് നശ്വരമായ ബലിയാണ്, കുറച്ചു കാലത്തേക്ക് മാത്രം നിൽക്കുന്ന ബലിയാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയർപ്പിക്കേണ്ടിയിരുന്നു. പക്ഷേ യേശു ആ ജന്തുക്കളുടെ സ്ഥാനത്ത് അർപ്പിച്ചത് അനശ്വരമായ ബലിയാണ്. നശ്വരമായ ബലിയല്ല, അനശ്വരമായ ബലിയാണ്, ശാശ്വതമായ ബലിയാണ്. ഒരേ ഒരു ബലി ഈ ലോകത്തെ ദൈവത്തോട് ഒന്നാക്കി തീർക്കാൻ, ലോകത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യവംശത്തെ ദൈവത്തോട് ചേർത്ത് നിർത്താൻ ശാശ്വതമായ ഒരു ഉടമ്പടി, ശാശ്വതമായൊരു ബലി ഈശോ അർപ്പിച്ചു. അവൻ്റെ ബലിയാണ് യഥാർത്ഥ ബലി. അവൻ്റെ ബലിയാണ് ശാശ്വതമായ, സനാതനമായ, അനശ്വരമായ ബലി. അതുകൊണ്ട് അവൻ്റെ മരണത്തിന് ശേഷം മറ്റു ബലികൾക്ക് പ്രസക്തിയില്ല, മറ്റു ബലികളുടെ ആവശ്യവുമില്ല. വർഷം തോറും ബലികൾ അർപ്പിച്ചിരുന്ന ആ ഇസ്രായേൽക്കാരുടെ ബലികളുടെ സ്ഥാനത്ത് ഈശോ ശാശ്വതമായ ഒരു ബലി അർപ്പിച്ചു. ലോകത്തെ ദൈവവുമായി കൂട്ടിച്ചേർത്തു, മനുഷ്യകുലത്തെ ദൈവത്തോട് ചേർത്തു. അങ്ങനെ ദൈവത്തെയും മനുഷ്യനെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടി
പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈശോ തന്നെ തന്നെ ബലിയർപ്പിച്ചു. രക്തം ചിന്താതെ പാപമോചനമില്ല. അതുകൊണ്ട് ഈശോ രക്തം ചിന്തി ജന്തുക്കളുടെ സ്ഥാനത്ത് തന്നെ തന്നെ ബലിവസ്തുവായി അർപ്പിച്ച് അവൻ കുരിശിൽ മരിച്ചു. ആ ബലി അന്നും ഇന്നും എന്നും പ്രസക്തമാണ്, എന്നും വിലയുള്ളതാണ്, എന്നും നിലനിൽക്കുന്നതാണ്. ജന്തുക്കൾ നശ്വരമാണ്, ജന്തുക്കൾ അശാശ്വതമാണ്, ജന്തുക്കൾ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ബലി അർപ്പിക്കപ്പെടണം. എന്നാൽ ക്രിസ്തു ഇന്നും ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെ ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ ബലി എന്നും പ്രസക്തമാണ്, അവൻ്റെ ബലി എന്നും ശാശ്വതമാണ്, അവൻ്റെ ബലി എന്നും വിലയുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ഈശോ അർപ്പിച്ച ബലി ഇന്നും പ്രസക്തമാണ്. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അവൻ അർപ്പിച്ച ബലി ശാശ്വതമായ ബലിയാണ്, ശാശ്വതമായ ഉടമ്പടിയാണ്. അതുകൊണ്ട് അവൻ ഇന്നും ജീവിക്കുന്നു, എന്നും ജീവിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെയുള്ള യേശു, എന്നും നിലനിൽക്കുന്ന യേശു അർപ്പിച്ച ബലി എന്നും പ്രസക്തമാണ്. ആ ബലിയിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. ഇതാണ് യേശു ഇപ്രകാരമുള്ള മരണം തിരഞ്ഞെടുക്കാനുള്ള കാരണം, കുരിശിൽ മരിക്കാനുള്ള കാരണം. ഇതാണ് 2 കാരണങ്ങൾ നാം കണ്ടു. ഒന്നാമതായി, ഈ കുരിശുമരണം ലോകത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാമതായി, ഈ കുരിശുമരണം, ഈ രക്തം ചിന്തൽ, ഈ ബലിയർപ്പണം ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്. കാരണം രക്തം ചിന്താതെ പാപമോചനമില്ല. എബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വചനം, ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനം, എബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വചനം. ഈ വചനങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? യേശു രക്തം ചിന്തിയത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. അവൻ രക്തം ചിന്തിയത് കൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത്. അവൻ ഒരേ ഒരു ബലി അർപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം അത് ശാശ്വതമായ ബലിയാണ്. ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെയുള്ളവൻ്റെ ബലിയാണ്, അത് ശാശ്വതമായ ബലിയാണ്. ഈ രക്തത്തെക്കുറിച്ചാണ് ഏറ്റവും ആദ്യം നാം കണ്ടത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനവും, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനവും, വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വചനങ്ങളും. അവൻ്റെ രക്തം വഴി നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവൻ തൻ്റെ രക്തം വിലയായി കൊടുത്ത് നമ്മെ രക്ഷിച്ചിരിക്കുന്നു, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ രക്തമാണ് ഈശോ കുരിശിൽ ഒഴുക്കിയത്. ഈ രക്തമാണ് പാപങ്ങൾക്ക് മോചനം നൽകുന്നത്. ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകുന്നത്. ഇങ്ങനെ കുരിശു മരണത്തിലൂടെ ഈശോ തൻ്റെ സ്നേഹത്തെ പ്രകടമാക്കി ഈ ലോകത്തെ രക്ഷിച്ചു. ഇന്നലെ ഈശോ ഏകരക്ഷകനാണെന്നും ലോകരക്ഷകനാണെന്നും മനസ്സിലാക്കിയ നാം ഇന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ രക്ഷ ഈശോ എങ്ങനെയാണ് നേടിയെടുത്തതെന്ന്, ഈ ലോകത്തെ ഈശോ എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് മനസ്സിലാക്കുകയായിരുന്നു. ആദ്യമായി നാം കണ്ടത് എന്തായിരുന്നു? ഈശോയുടെ മരണം ആരുടെയും കുതന്ത്രം കൊണ്ടോ ആരുടെയും ഒറ്റുകൊടുക്കൽ കൊണ്ടോ സംഭവിച്ചതായിരുന്നില്ല. ഈശോയുടെ മരണം ഒരു തീരുമാനമായിരുന്നു. ഈശോയുടെ മരണം ഒരു സമർപ്പണമായിരുന്നു. ഈശോയുടെ മരണം ഒരു ബലിദാനമായിരുന്നു. ഈശോ തന്നെ അർപ്പിക്കുകയാണ് ചെയ്തത്. തിരിച്ചെടുക്കാൻ വേണ്ടി അവൻ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ ജീവനെ അർപ്പിക്കുകയാണ് ചെയ്തത്. പൂർണ്ണമായും അവൻ വിട്ടുകൊടുത്തു. ഇതൊരു നരഹത്യയല്ല, ഇതൊരു കൊലപാതകമല്ല, ഇത് ആത്മാർപ്പണമാണ്. ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ചെയ്ത ആത്മാർപ്പണമാണ്. അതുകൊണ്ട് ചരിത്രകാരന്മാർ എന്തു പറഞ്ഞാലും, കഥാകൃത്തുക്കൾ എന്തു പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ തത്വശാസ്ത്രം പറഞ്ഞാലും, പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം വിശ്വസിക്കേണ്ടത് ഇതാണ്: ഈശോ തൻ്റെ ജീവൻ അർപ്പിക്കുകയായിരുന്നു. അതാരും തട്ടിപ്പറിക്കുകയായിരുന്നില്ല, അതാരും പിടിച്ചെടുക്കുകയായിരുന്നില്ല. അവൻ തൻ്റെ ജീവൻ അർപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വേദന നിറഞ്ഞ, ഇത്രയും ക്രൂരമായ ഒരു മരണം ഈശോ എടുത്തത്? അതിന് 2 കാരണമുള്ളതായി നാം കണ്ടു. ഒന്നാമതായി, ഈശോ നമ്മെ സ്നേഹിക്കുന്നു. നമ്മോടുള്ള വലിയ സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത്. രണ്ടാമതായി, പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ രക്തം ചിന്തണമെന്ന പഴയ നിയമത്തിലെ വിശ്വാസം, ആ കാലഘട്ടത്തിലെ എല്ലാ ജനങ്ങളുടെയും വിശ്വാസം, ആ വിശ്വാസത്തിന് അനുഗുണമായി, ആ വിശ്വാസത്തിന് ചേരുന്ന രീതിയിൽ, ആ വിശ്വാസം വച്ചു പുലർത്തിരുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയാണ് ഈശോ തന്നെ കുരിശിൽ ബലിയർപ്പിച്ചത്. പ്രിയ സഹോദരി സഹോദരന്മാരെ,
ഇപ്രകാരം നമ്മെ രക്ഷിച്ച ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ ആ ബലിയാണ് നാം ഓർക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ ആ യേശുവിനെയാണ് നാം കാണുന്നത്. ഈ തിരുവോസ്തിയിൽ കാണുന്ന ഈശോ കുരിശിൽ മരിച്ച ഈശോയാണ്. അവൻ്റെ ശരീരവും രക്തവുമാണ് ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് കുരിശിൽ മരിച്ച യേശുവിനെ ഈ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് കാണാം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെ ബലിയർപ്പിച്ച ഈശോയെ നമുക്ക് കാണാം. നമ്മോടുള്ള വലിയ സ്നേഹത്തെ പ്രതി കുരിശുമരണം സ്വീകരിച്ച ഈശോയെ ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് നമുക്ക് കാണാം. ആരാധനയിലേക്ക് നമുക്ക് വിശ്വാസത്തോടെ പ്രവേശിക്കാം. ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകത്തെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ട് അവൻ കുരിശിൽ മരിച്ചു. യേശുവിൻ്റെ കുരിശിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിന് വിട്ടുകൊടുത്തുകൊണ്ട്, ഏകജാതനായ ഈശോ കുരിശിൽ മരിച്ചുകൊണ്ട് ലോകത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കി. ഈ ദിവ്യകാരുണ്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കാണാം. നമുക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട അവൻ്റെ തിരുശരീരത്തെ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടി ആണിപ്പഴുതുകൾ ഉള്ള ആ കരങ്ങളും കാലുകളും നമുക്ക് കാണാം. അവനെ നമുക്ക് ആരാധിക്കാം. രക്ഷയുടെ അനുഭവം നമുക്ക് നേടിയെടുക്കാം. ആ രക്ഷയിൽ നമുക്ക് ജീവിക്കാം. ആ രക്ഷ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടും വലിയ ഭക്തിയോടും കൂടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം. അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. കാരുണ്യവാനായ കർത്താവിനെ എല്ലാവരും സ്തുതിക്കട്ടെ. ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് കുരിശുമരണം. പാപമോചനത്തിന് വേണ്ടി അവൻ തിരഞ്ഞെടുത്ത മാർഗമാണ് കുരിശുമരണം. അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് അവന്റെ തീരുമാനമായിരുന്നു. ഇത് അവന്റെ ആത്മാർപ്പണമായിരുന്നു. ഇത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ആ യേശുവിനെ നമുക്ക് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധന യേശുവേ, ആരാധന യേശുവേ, അങ്ങേക്ക് ആരാധന. ഞങ്ങളെ സ്നേഹിക്കുന്ന തമ്പുരാനെ, ലോകത്തെ സ്നേഹിച്ച തമ്പുരാനെ, ലോകത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച തമ്പുരാനെ, ലോകത്തിന് വേണ്ടി കുരിശുമരണം വരിച്ച തമ്പുരാനെ, അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുത്രാംഗിക്ക് ആരാധന. ചേർന്ന് പാടാം. യേശുനാഥാംഗിക്ക് ആരാധന. ദൈവപുത്രാംഗിക്ക് ആരാധന. യേശുനാഥാംഗിക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന. ഈശോയേ ഹല്ലേലൂയ, ഈശോയേ ഹല്ലേലൂയ, ഈശോയേ ഹല്ലേലൂയ, ഈശോയേ ഹല്ലേലൂയ, ഈശോയേ ഹല്ലേലൂയ, ഈശോയേ ഹല്ലേലൂയ. യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഈ ലോകത്തോടുള്ള സ്നേഹത്തെ പ്രതി തന്റെ രക്തം ചിന്തി യേശുവിനെ നമുക്ക് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ സ്നേഹം ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത യേശുവിന്റെ കുരിശുമരണത്തെ പ്രതി അവിടുത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഗായക സംഘത്തോടൊപ്പം നമുക്ക് ചേർന്ന് പാടാം. പ്രഭുവേ ആരാധന. ചേർന്ന് പാടാം. ആശ്വാസപ്രദനേ ആരാധന. എല്ലാവരും പാടട്ടെ. സമാധാന പ്രഭുവേ ആരാധന. ആശ്വാസപ്രദനേ ആരാധന. ചേർന്ന് പാടാം. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി കുരിശുമരണം അനുഭവിച്ചു, അവന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ചേർന്ന് പാടാം, ചേർന്ന് പാടാം. കൈകൾ വീശിക്കൊണ്ട് നമുക്ക് പാടാം, കൈകൾ ഉയർത്തി വീശി നമുക്ക് പാടാം. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈശോയേ ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് വിളിക്കാം, ഈശോയേ. സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം, ഈശോയേ. തീക്ഷ്ണതയോടെ നമുക്ക് വിളിക്കാം, ഈശോയേ. സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം, ഈശോയേ. സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം, ഭക്തിയോടെ നമുക്ക് വിളിക്കാം, വിശ്വാസത്തോടെ, ഈശോയേ. ചേർന്ന് വിളിക്കാം. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചവൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ അവസാനത്തുള്ള രക്തം വരച്ചിട്ടിയവൻ. ആരാധിക്കാം, നമുക്ക് അവനെ ആരാധിച്ച് സ്തുതിക്കാം, അവനെ വാഴ്ത്തി പാടാം. സ്നേഹത്തോടെ വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ നമുക്ക് വിളിക്കാം, ഈശോയേ. സ്നേഹത്തോടെ വിളിക്കാം, വിശ്വാസത്തോടെ, ഈശോയേ. തീക്ഷ്ണതയോടെ നമുക്ക് വിളിക്കാം, സ്നേഹത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ, സ്നേഹത്തോടെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചവൻ, നമുക്ക് വേണ്ടി ചോര ചിന്തിയവൻ, നമുക്ക് വേണ്ടി കുരിശിലേറിയവൻ. സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം, ഈശോയേ. ഹല്ലേലൂയ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന. ഹല്ലേലൂയ. കൈകളുയർത്തി സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം, വിശ്വാസത്തോടെ നമുക്ക് വിളിക്കാം. നമുക്ക് വേണ്ടി ബലിയായി മാറിയവൻ, നമുക്ക് വേണ്ടി ചോര ചിന്തിയവൻ, നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടവൻ, നമുക്ക് വേണ്ടി കുഞ്ഞും മുറിവേൽപ്പിക്കപ്പെട്ടവൻ. ഏറ്റുപാടാം, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ഹല്ലേലൂയ, ഈശോയേ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഈശോയേ, 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 ഈശോയേ. ഞങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈശോയേ അങ്ങേക്ക് ആരാധന, ഈശോയേ അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടാം, ചേർന്ന് പാടാം. യേശുനാഥ അങ്ങേക്ക് ആരാധന. വിശ്വാസത്തോടെ നമുക്ക് പാടാം. ദൈവപുത്ര അങ്ങേക്ക് ആരാധന. യേശുനാഥ അങ്ങേക്ക് ആരാധന. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം. ഈ ദിവ്യകാരുണ്യത്തിൽ നാം കാണുന്ന ഈശോയുടെ ശരീരം അത്
മനുഷ്യവംശത്തോടുള്ള സ്നേഹത്തെ പ്രതി മുറിവേൽപ്പിക്കപ്പെട്ട ശരീരമാണ്. ബലിയായി അർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരമാണ്. കുരിശിലെ ശരീരത്തിൻ്റെ ഒരു രൂപം തന്നെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത്. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാട്, ശരീരം മുഴുവൻ മുറിവേറ്റ് മൂന്നാണികളിൽ തൂങ്ങിക്കിടന്ന് രക്തം മിറ്റിറ്റ് വീഴുന്ന ഈശോയുടെ ശരീരം നാം കുരിശിൽ കാണുന്നു. ആ ശരീരത്തിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് ഈ തിരുവോസ്തി. മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകം. മനുഷ്യവംശത്തോടുള്ള സ്നേഹം പ്രകടമാക്കുവാൻ വേണ്ടി ഈ ലോകത്തിനായി വിട്ടുകൊടുത്ത ദൈവത്തിൻ്റെ ഏകജാതനാണ് ഈ വിശുദ്ധ കുർബാനയിൽ നാം കാണുന്ന ഈശോ. അവസാന തുള്ളി രക്തം വരെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഒഴുക്കിയവൻ. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നരുളി ചെയ്ത് ആ വാക്കുകൾ തൻ്റെ ജീവിതത്തിലൂടെ നിറവേറ്റി കുരിശിൽ തൻ്റെ ജീവനെ മനുഷ്യകുലത്തിന് വേണ്ടി, തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി അർപ്പിച്ച യേശുവിനെ ഈ വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നു. രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ജനത്തിൻ്റെ പാപങ്ങൾ മോചിക്കുവാൻ വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തം വരെ ഈ ലോകത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ഒഴുക്കിയ സ്നേഹസമ്പന്നനായ ഈശോയുടെ ശരീരം നാം ഈ തിരുവോസ്തിയിൽ കാണുന്നു. ലോകത്തോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകം, പാപമോചനത്തിന് വേണ്ടി കുത്തിമുറിവേൽപ്പിക്കപ്പെട്ടവൻ്റെ ശരീരം. ഈ തിരുവോസ്തിയിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ഈ തിരുവോസ്തിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ആഴം നാം കാണണം. ഈ തിരുവോസ്തിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അർത്ഥം നാം കാണണം. ഈ തിരുവോസ്തിയിൽ പാപമോചനത്തിന് വേണ്ടി, ലോകത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിനെ നാം കാണണം. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ സ്ഥാനത്തും പാപങ്ങളും അതിക്രമങ്ങളും അക്രമങ്ങളും വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പോയ ആ കുഞ്ഞാടിന്റെ സ്ഥാനത്തും ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുവാനായി ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ ഏകജാതൻ ഇതാ ഈ തിരുവോസ്തിയിൽ. നമ്മുടെ പാപങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നാളിതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങൾക്കും വേണ്ടി നമുക്ക് മാപ്പപേക്ഷിക്കാം. നമ്മുടെ പാപങ്ങൾ മോചിക്കുവാൻ, ഈ ലോകത്ത് നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു പാപവിമോചകനേയുള്ളൂ, യേശുക്രിസ്തു. ലോകത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി മരക്കുരിശിൽ മരിച്ച യേശുവാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത്. ആ യേശുവിന്റെ ഈ തിരുശരീരത്തിന് മുമ്പിൽ, യേശുവിന്റെ തിരുവോസ്തിക്ക് മുമ്പിൽ നമ്മുടെ പാപങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് പാപമോചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിപൂർണ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, ദോഷത്തിൽ നിന്നും, സകല തഴക്ക ദോഷങ്ങളിൽ നിന്നും പൂർണ്ണമായ മോചനം കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങളിൽ നിന്ന്, വ്യാധികളിൽ നിന്ന്, നമ്മെ തടസ്സപ്പെടുത്തുന്ന ബന്ധനങ്ങളിൽ നിന്ന്, നമ്മെ ചുറ്റി വളഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന്, നമ്മുടെ വ്യാകുലങ്ങളിൽ നിന്ന്, നമ്മുടെ ആകുലതകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ വിമോചനം വേണം. ഈ വിമോചനം, പരിപൂർണമായ വിടുതൽ അവന്റെ നാമത്തിലാണ് സംഭവിക്കുന്നത്. അവന്റെ രക്തമാണ് നമ്മുടെ പാപങ്ങൾ കഴുകി വിശുദ്ധീകരിക്കുന്നത്. വിശുദ്ധ പൗലോസിന്റെ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം, വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം, അവന്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നു. ഈ യേശുവിന് മുമ്പിൽ നമ്മുടെ പാപങ്ങൾ സമർപ്പിക്കാം. പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ പക്കലേക്ക് നമുക്ക് കൈകൾ ഉയർത്താം. നാളിതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. പാപമോചനത്തിന് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെട്ട യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. പാപങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ കളങ്കമോ കൽമർഷമോ ഇല്ലാത്ത
കുറവോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ രക്തം പോലെയുള്ള യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബത്തിന്റെ ശാപങ്ങൾ അകന്നു പോകട്ടെ. നമ്മുടെ കുടുംബത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. കുഞ്ഞാടിന്റെ രക്തം, യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ, ഉച്ചസ്വരത്തിൽ സ്തുതിക്കട്ടെ. യേശുവേ തന്നെ, യേശുവേ സ്തുതിക്കാം. എല്ലാവരും സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പാപങ്ങൾ മോചിക്കുന്നവനെ, കരുണാമയനെ, ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടവനെ, രക്തം ചിന്തിയവനെ, കാലുവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തവനെ, ബലിയായി അർപ്പിക്കപ്പെട്ടവനെ, ദൈവത്തിന്റെ കുഞ്ഞാടേ, നിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. നിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ തലക്കദോഷങ്ങൾ അകന്നു പോകട്ടെ. നിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. നിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. നിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ശാപങ്ങൾ ഇല്ലാതാകട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കൈകളടിച്ച് പാടാം. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവരും കൈകളടിച്ച് പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇത് അനുഗ്രഹങ്ങളുടെ നിമിഷങ്ങളാണ്. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇത് അത്ഭുതങ്ങളുടെ നിമിഷങ്ങളാണ്. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. വെളിപ്പെടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും ജനതകൾ കണ്ടിടട്ടെ. എല്ലാവരും ചേർന്ന് പാടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ഏകൈക ദൈവം, ജനതകൾ കണ്ടിടട്ടെ. ഏകൈക രക്ഷകൻ, ലോകരക്ഷകൻ, ഇന്നിവിടെ ലോകത്തിന്റെ രക്ഷകൻ, പാപവിമോചകൻ ദൈവശക്തി വെളിപ്പെടട്ടെ. വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. വെളിപ്പെടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കണ്ടിടട്ടെ. സംഭവിക്കട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജനതകൾ കണ്ടിടട്ടെ. കണ്ടിടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ, അത്ഭുതത്തിന്റെ നിമിഷങ്ങൾ ഇന്ന് ഇവിടെ ഈ ആരാധനയുടെ സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദമ്പതികൾ സ്നേഹത്തിൽ വളരട്ടെ. കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ വളരട്ടെ. പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. പാപവിമോചനം സംഭവിക്കട്ടെ. ഈശോയുടെ പരിശുദ്ധമായ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോയുടെ രക്തത്തിന്റെ യോഗ്യതയാൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ പാപമോചനം സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവരും ചേർന്ന് പാടട്ടെ. ഉന്നത ശക്തിയാൽ ഉത്സാഹത്തോടെ, തീക്ഷ്ണതയോടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ, ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ചേർന്ന് പാടാം. ഇന്നിവിടെ ഉച്ചത്തിൽ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. വെളിപ്പെടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജനതകൾ കണ്ടിടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജനതകൾ കണ്ടിടട്ടെ. അത്ഭുതങ്ങൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ചേർന്ന് പാടാം. വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടെ നമുക്ക് ചേർന്ന് പാടാം. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പാപമോചനം സംഭവിക്കട്ടെ. ദൈവമഹത്വം വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ ചേർന്ന് പാടാം.
ജനതകൾ കണ്ടിടട്ടെ. എല്ലാവരും പാടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജനതകൾ കണ്ടിടട്ടെ. ശക്തമായ വിശ്വാസത്തോടെ നമുക്ക് പാടാം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തി സംഭവിക്കട്ടെ, പാപമോചനം സംഭവിക്കട്ടെ. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ പാപമോചനം സംഭവിക്കട്ടെ. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ നിഷ്കളങ്കമായ രക്തത്തിന്റെ യോഗ്യതയാൽ പാപമോചനം സംഭവിക്കട്ടെ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, കുഞ്ഞുമക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം, വിശ്വാസത്തോടെ പാടാം, കൈകളടിച്ച് പാടാം. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചേർന്ന് പാടാം. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ചേർന്ന് പാടാം. ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഇന്ന് ഈ നിമിഷം ഇവിടെ ദൈവശക്തി വെളിപ്പെടട്ടെ. വെളിപ്പെടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജനതകൾ കണ്ടിടട്ടെ. കണ്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജനതകൾ കണ്ടിടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാവരും ശ്രമിക്കട്ടെ, കൈകളോട് ശ്രദ്ധിക്കട്ടെ, ഉച്ചത്തിൽ ശ്രമിക്കട്ടെ. എല്ലാവരും കൈകളുയർത്തി യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, രോഗശാന്തി സംഭവിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിപ്പെട്ട യേശുവിന്റെ തിരുശരീരത്തിന്റെ യോഗ്യതയാൽ ചിന്തപ്പെട്ട യേശുവിന്റെ കുറവോ കടന്നുപോയില്ലാത്ത നിഷ്കളങ്കമായ രക്ഷയുടെ യോഗ്യതയാൽ പാപവിമോചനം സംഭവിക്കട്ടെ, രോഗശാന്തി സംഭവിക്കട്ടെ. യേശുവിന്റെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ സ്തോത്രം, യേശുവിന്റെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ കൈകളുയർത്തി നമുക്ക് സ്തുതിക്കാം. രോഗശാന്തികൾ സംഭവിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നന്ദി, യേശുവിന്റെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.